ഹായ് ഫ്രണ്ട്സ്, ടു മൈ നോളജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫിഷറീസ് ലെജിസ്ലേഷൻ എന്ന ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ഫിഷറീസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്ലൈഡിലേക്ക് കടക്കാം. ദ നീഡ് ഫോർ ഫിഷറീസ് ലെജിസ്ലേഷൻ വാസ് എംഫസൈസ്ഡ് ആസ് ലോങ് ബാക്ക് ഇൻ 1873. The widespread slaughter of fish, fry and fingerlings compelled the government to adopt legislative measures to conserve the fisheries resources. At that time, the Government of India enacted the Indian Fisheries Act. 1873 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്, അതായത് ഫിഷറീസ് ലെജിസ്ലേഷൻ, അതായത് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം ആ സമയത്തുള്ള ഫിഷിംഗ് പ്രാക്ടീസസ് അങ്ങനത്തെ ഒരു ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന രീതിയിലുള്ള ഫിഷിംഗ് പ്രാക്ടീസസ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഫോളോ ചെയ്തിരുന്നത്. കാരണം അപ്പോൾ ഈ ഫിഷറീസ് റിസോഴ്സസിനെ സംരക്ഷിക്കുക എന്നത് ഒരു ഫിഷറീസിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ആ ഫിഷറീസ് റിസോഴ്സിനെ സംരക്ഷിക്കുക വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് 1897 നിലവിൽ വന്നത്. ഇന്ത്യൻ ഫിഷറീസ് ആക്ട് 1897 prohibited destructive fishing methods. Mainly, this law penalized the killing of fish by use of poison and explosive. Clearly, poisoning of a fish or killing them with explosive will be unhealthy for consumption and ruin future of fish in affected areas. Put a limit on mesh size of fish and catch, and to ban the fishing in certain seasons and certain places. ഈ ആക്ട് ഊന്നൽ കൊടുത്തിരുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. കാരണം ഈ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുക. കാരണം വലിയ രീതിയിലുള്ള ഡൈനാമിറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലോസീവ് രീതിയിൽ ഫിഷിംഗ് നടത്തുന്നു. പിന്നെ പോയിസൺസ്, വളരെ നോക്സിയസ് ആയിട്ടുള്ള പോയിസൺ യൂസ് ചെയ്ത് ഫിഷിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഇതിന് ഒരു അവസാനം ഉണ്ടാക്കുക എന്ന രീതിയിലായിരുന്നു ഈ ആക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് പ്രൊഹിബിറ്റ് ചെയ്യുക എന്നതായിരുന്നു. കൂടാതെ മെഷ് സൈസ്, പുട്ട് എ ലിമിറ്റ് ഓൺ മെഷ് സൈസ്. കാരണം വലിയ മെഷ് സൈസ് അല്ലായിരുന്നു ആ സമയത്ത്, വളരെ ചെറിയ മെഷ് സൈസിലുള്ള വലകൾ യൂസ് ചെയ്തായിരുന്നു ഫിഷിംഗ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ ജുവനൈലായിട്ടുള്ള ഫിഷസിനെയും ഈ കൂടെ തന്നെ ക്യാച്ച് ചെയ്തെടുക്കും. വലിയ ഫിഷസിനെ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജുവനൈൽ ഫിഷസും വരും. അങ്ങനെ അത് വലിയ രീതിയിൽ ആ ഒരു ഫിഷറീസ് റിസോഴ്സിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അടുത്തതാണ് ദ മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് 1958. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ഈസ് ടു ഫോസ്റ്റർ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ മെർക്കാൻറ്റൈൽ ടു സെർവ് ദ നാഷണൽ ഇൻട്രസ്റ്റ്. ദ മെയിൻ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഈസ് ദ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. The Act was amended in 1983 to provide for registration and control of fishing boats. The Act enables defining a fishing vessel and prescribe registration. ഇന്ത്യയുടെ എക്കോണമി കൂട്ടുന്നതിൻ്റെ കാര്യത്തിൽ ഫിഷറീസ് സെക്ടർ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ വ്യാപാരത്തിൽ വികസനം വളർത്തുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഇതിനു വേണ്ടി ഈ ഒരു ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഏജൻസീസ് ആയിരുന്നു മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, റോഡ് ട്രാൻസ്പോർട്ടും ഹൈവേസും. ഈ മത്സ്യബന്ധന ബോട്ടുകളുടെ നിയന്ത്രണവും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷനും. കാരണം ആ സമയത്ത് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുക അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പം ആ ഒരു രജിസ്ട്രേഷൻ്റെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1983 ഈ നിയമം ഭേദഗതി ചെയ്തു. കൂടാതെ തന്നെ ഫിഷിംഗ് വെസൽസിൻ്റെയും രജിസ്ട്രേഷൻ ഈ ഒരു മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ടിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. Due to agriculture, urbanization and industry, wildlife habitat were lost or severely degraded. This law was written to help protect wildlife and their habitat by providing conservation programs. Local and international laws related to the trade of wild animals and setting up law enforcement type agencies to help enforce laws. Under this act, marine protected areas are declared and like Gulf of Mannar and Gulf of Kutch.
അഗ്രികൾച്ചറും അർബനൈസേഷനും പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഈ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പം ഈ വൈൽഡ് ലൈഫിനെയും അതിൻ്റെ ആ ഒരു വന്യജീവികളെയും അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ വൈൽഡ് ആനിമൽസിൻ്റെ ലോക്കലായിട്ടുള്ളതും ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതും ട്രേഡിങ് അതിനൊരു അവസാനം വരുത്തുക എന്ന രീതിയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും പിന്നെ ലോസും ഒക്കെ കൊണ്ടുവന്നത്. ഈ ആക്ടിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ഈ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് മറൈൻ സാങ്ച്വറീസിൽ ഒക്കെ ഇങ്ങനെ ഗൾഫ് ഓഫ് മാന്നാർ, ഗൾഫ് ഓഫ് കച്ച് പോലെയുള്ള മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കൊണ്ടുവന്നത് ഈ ആക്ടിൻ്റെ കീഴിലായിരുന്നു. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്ടിലും ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്തിലുമാണ്. സെർട്ടൻ മറൈൻ സ്പീഷീസ് ലൈക്ക് 10 species of shark, seahorse, sea cucumber, giant grouper, turtle and some mollusk species are protected under this act. Some species are listed in the Schedule 1 of the act. Prohibit hunting and trading in this species. And endangered species are protected regardless of the location. ഏകദേശം 10ഓളം ഷാർക്ക് സ്പീഷീസിനെയും സീ ഹോഴ്സ്, സീ കുക്കുംബർ, പിന്നെ ജെയിൻ ഗ്രൂപ്പർ, ടർട്ടിൽ കടലാമ ആൻഡ് സം mollusk സ്പീഷീസ്, അതായത് ബൈവാൽവ്സും ഗാസ്ട്രോപോഡ്സും ഒക്കെ ഈ mollusk സ്പീഷീസിൽ വരും, ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ദിസ് ആക്ട്. ആൻഡ് സം സ്പീഷീസ് ആർ ലിസ്റ്റഡ് ഇൻ ദ ഷെഡ്യൂൾ 1 ഓഫ് ദി ആക്ട്. കാരണം ഇതിലെ ചില സ്പീഷീസുകളെ ഇതിൻ്റെ ഷെഡ്യൂൾ 1 വന്നു. കാരണം പ്രധാനമായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സ്പീഷീസുകളെ, കാരണം അതിൻ്റെ ഹണ്ടിങ് പിന്നെ അതിൻ്റെ ട്രേഡിങ് അതിനെയൊക്കെ തടഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്ട് വന്നത്. പിന്നെ എൻഡേഞ്ചർഡ് ആയിട്ടുള്ള, അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസുകളെ അതിൻ്റെ ലൊക്കേഷൻ പോലും നോക്കാതെ, അതായത് അത് എവിടെയാണോ ഉള്ളത് അതിനെ ആ ഏരിയയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന രീതിയിലാണ്, അത് ഏത് ഹാബിറ്റാറ്റിലാണോ അവിടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായിരുന്നു ഈ ലോയുടെ ഈ ആക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ദ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1972. EMBADA was established in 1972 under an act of the Parliament. The duty of the authority is the development of marine products with special reference to export, developing and regulating offshore and deep sea fishing, registration of fishing vessels, processing plants or storage areas for marine products. ഈ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എംബഡ എന്ന സ്ഥാപനം 1972 വന്നത്. അപ്പം ഈ ഒരു എംബഡയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതായത് ഫിഷറീസിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് വികസിപ്പിച്ചെടുക്കുക, പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുക, പോരാത്തതിന് അതിൻ്റെ കയറ്റുമതി സാധ്യത കൂട്ടിയെടുക്കുക എന്നതായിരുന്നു ഈ അതാണ് എംബഡയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഡെവലപ്പിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ഓഫ് ഷോർ ആൻഡ് ഡീപ് സീ ഫിഷിംഗ്. കാരണം ഡീപ് സീ ഫിഷിങ് ഒക്കെ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ, കാരണം ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുന്നത് അവിടെ ഫിഷർമാന് ഈ സാധാരണ ഫിഷിംഗ് ചെയ്യുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് ഡീപ് സീ ഫിഷിംഗ് നടത്തുക. അപ്പം അവരെ കൂടുതലായിട്ട് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, പിന്നെ അതിൽ തന്നെ ചില റെഗുലേഷൻസും അതിന് ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഫിഷിംഗ് വെസൽസിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ പോരാത്തതിന് ഇതുപോലെ പ്രോസസ്സിംഗ് പ്ലാന്റ്സ്, ഇതുപോലെ ഫിഷിംഗ് മറൈൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളുടെയൊക്കെ രജിസ്ട്രേഷനും ഒക്കെ ചെയ്യുന്നതാണ് എംബഡയുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ. ഫിക്സിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ മറൈൻ പ്രോഡക്ട്സ് ഫോർ എക്സ്പോർട്ട്, റെൻഡറിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഓണേഴ്സ് ഓഫ് ഫിഷിംഗ് വെസൽസ് ആൻഡ് ഓണേഴ്സ് ഓഫ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ്, ഇംപ്രൂവിംഗ് ദ മാർക്കറ്റിംഗ് ഓഫ് മറൈൻ പ്രോഡക്ട്സ് ഔട്ട്സൈഡ് ഇന്ത്യ, പ്രൊവൈഡിംഗ് ട്രെയിനിങ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മറൈൻ പ്രോഡക്ട്സ്. പിന്നെ എംബഡയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ്, ഫിക്സിങ് എ സ്റ്റാൻഡേർഡ്, അതായത് മറൈൻ പ്രോഡക്ട്സിന് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് മറൈൻ പ്രോഡക്ട്സ് ആൾക്കാരുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിൽ കൂടുകയൊക്കെ ചെയ്യും. ആൻഡ് പിന്നെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇതുപോലെ മറൈൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും പിന്നെ ഇതുപോലെ ഫിഷിംഗ് വെസൽസ് ഒക്കെ ആയിട്ട് വരുന്ന അങ്ങനെ ഓണേഴ്സിനൊക്കെ കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഇംപ്രൂവിങ് ദ മാർക്കറ്റിംഗ്, ആ ഒരു മറൈൻ പ്രോഡക്റ്റിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, പിന്നെ പോരാത്തതിന് അതുപോലെ തന്നെ പ്രൊവൈഡിങ് ട്രെയിനിങ്, ഇങ്ങനെ ഒരു മറൈൻ പ്രോഡക്ട്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് എംബഡയിൽ ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
The Territorial Waters, Continental Shelf, Exclusive Economic Zone and Other Maritime Zones Act 1976. This act was enacted to establish sovereignty over the Indian Maritime Zone. It paved the way for a 200 nautical mile EEZ. The EEZ provisions are comprehensive, which provide the basis for our country to exercise control over the zone for the purpose of international law. അതായത് ഇന്ത്യയുടെ ആ സമുദ്ര മേഖല, അതായത് ആ മാരിടൈം സോണിൽ ഒരു പരമാധികാരം സ്ഥാപിക്കുക എന്നതാണ് ഈ ഒരു നിയമത്തിൻ്റെ നടപ്പാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഇവിടെയുള്ള ബാക്കി ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലൂടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റീസ്, പിന്നെ അവിടുത്തെ ഫിഷിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരിധിയിലേക്ക് വരിക എന്നതായിരുന്നു ഈ ഒരു ആക്ട് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഈ ഒരു ആക്ട് കൊണ്ടുവന്നതിലൂടെയാണ് 200 നോട്ടിക്കൽ മൈൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന ഒരു ഇത് വന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണ്, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, കോണ്ടിനെൻ്റൽ ഷെൽഫ്, ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനാണ് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ, അതായത് ഇവിടുത്തെ റിസോഴ്സസ്, പിന്നെ ഇവിടുത്തെ ഈ ഓരോ റിസർച്ച് പർപ്പസുകൾ, ഇതിൻ്റെയൊക്കെ പരമാധികാരം ഈ ഒരു, പിന്നെ മാനേജ്മെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റും ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ വരുമ്പോഴത്തേക്കും ഇതിനെല്ലാം ഒരു പ്രധാനമായ ഒരു പരമാധികാരം കിട്ടുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനാണ്. Jurisdiction to preserve and protect the marine environment and to prevent and control marine pollution. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, പിന്നെ ആ ഒരു മറൈൻ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. No person, including a foreign government, shall accept under and in accordance with the terms of any agreement with the central government or of a license or a letter of authority granted by central government. ഈ ഒരു EEZ പരിധിയിൽ എന്ത് ആക്ടിവിറ്റികൾ ചെയ്യണമെങ്കിലും, അത് ഒരു വിദേശ രാജ്യമായാൽ കൂടെ തന്നെ എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ലൈസൻസ് കൊടുത്താൽ മാത്രമേ ഇവിടെ എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റീസും, അതായത് ഇവിടുത്തെ ഫിഷറീസ് റിസോഴ്സിനെ കുറിച്ച് സ്റ്റഡി നടത്താനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഈ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ലൈസൻസ് കൂടിയേ തീരും. അതായത് ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 was created to prevent pollution of water by industry, agriculture and household resources. Main objective were to prevent and control pollution and restore water bodies, also to assess pollution levels and create repercussions for polluters. ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ, അതായത് വാട്ടർ പൊല്യൂഷൻ തടയുക, പിന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെ റീസ്റ്റോർ ചെയ്ത് പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെയായിരുന്നു ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദ കോസ്റ്റ് ഗാർഡ് ആക്ട് 1978, നാഷണൽ സെക്യൂരിറ്റി ഓഫ് മാരിടൈം സോൺ, പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് മാരിടൈം എൻവയോൺമെൻറ്റ് ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ഇൻ മാരിടൈം സോൺ, safeguarding life and property at sea, assistance in ocean research related activities. കോസ്റ്റ് ഗാർഡ് ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആക്റ്റാണ്. അതായത് നമ്മുടെ മാരിടൈം സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ, അതായത് മാരിടൈം ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷൻ, പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷന് വരാതെ നോക്കുക, അങ്ങനെ അത് സംരക്ഷിക്കുക, പിന്നെ നമ്മുടെ സമുദ്ര ഗവേഷണങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്യുക. ഇതായിരുന്നു കോസ്റ്റ് ഗാർഡ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, enacted in the wake of Bhopal tragedy. This act is an umbrella act providing the framework for local, state and federal agencies to work together to protect the environment and prevent hazards to human and other living beings, to improve environmental quality, control and reduce environmental pollution. ഇത് ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയ ഒരു ആക്റ്റാണിത്, ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്.
പിന്നെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതും പിന്നെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു അപകടങ്ങളെ ഹസാഡസ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ തടയുക, അതായത് എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു ആക്ടിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ തന്നെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒരു നിലവാരം മെച്ചപ്പെടുത്തുകയും പിന്നെ കൂടാതെ തന്നെ മലിനീകരണം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഊന്നൽ കൊണ്ടാണ് ഈ നിയമം വന്നത്. ഇറ്റ് ഓൾസോ മേക്സ് ഇറ്റ് മാൻഡേറ്ററി ടു കണ്ടക്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, പബ്ലിക് ഹിയറിംഗ് ആൻഡ് ക്ലിയറൻസ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്. The Coastal Regulation Zone 1991 was issued under the provision of Environmental Protection Act. അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്, പുതിയതായിട്ടൊരു ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ അവിടെയുള്ള അവിടെയുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കി മെറ്റീരിയൽസൊക്കെ ഇപ്പം കടലിലേക്കാണ്. ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള വേസ്റ്റ് പ്രോഡക്റ്റ്സൊക്കെ കടലിലേക്കാണ് ഒഴുക്കി കളയുന്നത്. തെർമൽ എഫ്ലുവൻ്റ് ഒക്കെ ഒഴുക്കി കളയുന്നത് കടലിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഒരു പരിസ്ഥിതി പഠനം മസ്റ്റായിട്ട് നടത്തിയിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നു. അത് വളരെ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം എന്നത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ്. കൂടാതെ തന്നെ അവിടുത്തെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തുക, കാരണം അവിടെയുള്ള പരിസരവാസികളുമായിട്ട് ഒരു ഡിസ്കഷൻ, പിന്നെ കൂടാതെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് അത് മിനിസ്ട്രിയുടെ ഒരു ക്ലിയറൻസ് ലഭിക്കണം. ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ആക്ടിൻ്റെ കീഴിലാണ്. പിന്നെ ഈ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ വന്നതാണ് ഇത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ കൊണ്ടുവന്നത് 1991. ഈ CRZ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. CRZ 1, 2, 3, 4. കോസ്റ്റൽ റെഗുലേഷൻ സോൺ പ്രകാരം, അതായത് ഇൻഡസ്ട്രീസ് പിന്നെ ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹോട്ടൽസ്, ഇതെല്ലാം കടലിന് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റൽ റീജിയൻ്റെ അടുത്തു നിന്നായിട്ട് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതായിരുന്നു ഈ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. കാരണം ഈ CRZനെ കുറിച്ചൊക്കെ നമ്മൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം അത് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ സ്ലൈഡ് ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് അത് നാളത്തെ ക്ലാസ്സിലാണ് അത് എടുക്കുന്നത്. ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസി 1991. In March 1991, the India government announced NDSP. Policy involved 3 schemes: leasing out of foreign fishing vessels to operate in Indian EEZ, engaging foreign vessels for test fishing, forming joint venture between foreign and Indian companies. The government of India started giving license to joint venture. ഈ ഒരു NDSP പോളിസിയിൽ 3 സ്കീംസാണ് ഉണ്ടായിരുന്നത്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫോറിൻ വെസൽസ് ലീസിനെടുത്തിട്ട് നമ്മുടെ EEZൽ ഓപ്പറേറ്റ് ചെയ്യുക. പിന്നെ പോരാതെ ഫോറിൻ വെസൽസ് ടെസ്റ്റ് ഫിഷിങ്ങിന് വേണ്ടി ഫോറിൻ വെസൽസിനെ എൻഗേജ് ചെയ്യിക്കുക. പിന്നെ കൂടാതെ തന്നെ ഫോറിൻ ഇതായിട്ടും ഇന്ത്യൻ കമ്പനീസും ഫോറിൻ കമ്പനീസും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ, റിസർച്ച് ആണെങ്കിലും ഇതുപോലെ ഉള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു. കാരണം ഇത് വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള സാധാരണക്കാരായ ഫിഷർമെന് ഇത് വലിയ രീതിയിൽ ബാധിച്ച ഒരു പോളിസി തന്നെയായിരുന്നു ഇത്. ഈ NDSPക്ക് എതിരെ, അതായത് ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസിക്ക് എതിരെ ഒരുപാട് ഒപ്പോസിഷൻസൊക്കെ വന്നിരുന്നു. ആർട്ടിസണൽ ഫിഷർമാൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് രീതിയിലുള്ള ഒപ്പോസിഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് മുരാരി കമ്മിറ്റി 1995. Comprising 41 members, divided into 5 groups and went around all the coastal states to collect opinions. All the 5 groups unanimously recommended the cancellation of all license to foreign vessels and a review of the NDSP.
The central government accepted all the recommendations of the committee in September 1997. ഈ മുരാരി കമ്മിറ്റിയിൽ 41 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഒരു 5 അംഗ, അതായത് 5 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഈ ഇത് തിരിച്ചിരുന്നത്. കൂടാതെ തന്നെ എന്നിട്ട് ആ 5 ഗ്രൂപ്പ്സും പല ഇന്ത്യയിലുള്ള പല കോസ്റ്റൽ സ്റ്റേറ്റുകളിലും ചെന്ന് അവിടെയുള്ള സാധാരണക്കാരുടെ ഫിഷർമെനുകളുമായിട്ട് ഡിസ്കഷൻ നടത്തി, അവിടുത്തെ എക്സ്പേർട്സുമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എടുക്കുകയും ഒക്കെ ചെയ്തു. ഈ മുരാരി കമ്മിറ്റിയിൽ ഉള്ള പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, എക്സ്പേർട്സ്, ആക്ടിവിസ്റ്റുകളുണ്ട്, പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നെടുത്ത ഈ 5 ഗ്രൂപ്പുകളും ഒരുമിച്ചെടുത്ത അതായത് എല്ലാവരും കൂടെ ചേർന്ന് എടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്ന് തന്നെയായിരുന്നു. ഈ NDSF പോളിസി പ്രകാരം ഈ ഫോറിൻ വെസൽസിന് കൊടുക്കുന്ന ലൈസൻസ് അത് ക്യാൻസൽ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇത്. അങ്ങനെ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇവരുടെ ഈ റെക്കമെൻഡേഷൻസ് എല്ലാം അക്സെപ്റ്റും ചെയ്തു. ഈ മുരാരി കമ്മിറ്റിയിലെ ഈ 5 ഗ്രൂപ്പ്സും ഏകദേശം 21ഓളം റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തത്. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കുറയ്ക്കുക, പിന്നെ അവർക്ക് ഫിഷർമെന് ഫ്യൂവൽ യൂസ് ചെയ്യുമ്പോൾ അതിന് സബ്സിഡി കൊടുക്കുക, പിന്നെ ഫിഷിംഗ് റെഗുലേഷൻ എല്ലാം ആ ഒരു നിയമനിർമ്മാണങ്ങളിലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ടും കൊണ്ടുവരിക, പിന്നെ മൺസൂണിലുള്ള ട്രോൾ ബാൻ നടത്തുക. ഇതൊക്കെയായിരുന്നു ഈ മുരാരി കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത്. ആ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ കുറച്ച് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് അതൊക്കെയായിരുന്നു. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പ്രൊട്ടക്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്, provision for setting national and state biodiversity boards. The act encourages conservation and has provision to declare a fish stock threatened if it is under overexploitation. അതായത് ജൈവ വൈവിധ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ബയോളജിക്കൽ റിസോഴ്സിൻ്റെ ഒരു സസ്റ്റൈനബിൾ യൂസ് ചെയ്യുക. കൂടാതെ ഇപ്പം എന്തെങ്കിലും ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇപ്പോൾ ഫിഷിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഫിഷ് സ്റ്റോക്കിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്തത് മറൈൻ ഫിഷിംഗ് പോളിസി 2004. ദ മിനിസ്ട്രി ഓഫ് അക്വാകൾച്ചർ പേയിങ് ഡ്യൂ അറ്റൻഷൻ ടു development of deep sea fisheries in the country. Most of the fisheries resources are beyond the conventional fishing limit. Sophisticated vessels of adequate size are inducted into fisheries. കാരണം ഈ മറൈൻ ഫിഷിംഗ് പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡീപ് സീ ഫിഷിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺട്രിയിൽ. കാരണം പണ്ട് മുതലുള്ള, അതായത് പഴയ രീതിയിലുള്ള ഒരു കൺവെൻഷണൽ ഫിഷിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ട്. കാരണം അത്രയും ഡീപ് സീ ഫിഷിംഗ് ചെയ്യാനായിട്ട് അത്ര എഫിഷ്യൻറ്റ് അല്ല. അപ്പം അങ്ങനത്തെ കൺവെൻഷണൽ ഫിഷർമെന് അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ഒരു ഡീപ് സീ റിസോഴ്സസിലേക്ക് കൂടുതലായിട്ട് ആ ഏരിയയിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെസൽസ് ഒക്കെ ഫിഷറീസിൽ വന്നാൽ മാത്രമേ അതിനു വേണ്ടി അപ്പം മറൈൻ ഫിഷിംഗ് പോളിസിയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ബില്ല് 2019 അത്, പിന്നെ UN ക്ലോസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ CRZ, പിന്നെ EZ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you very much.